ഇത്തവണ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിയോട് കൂടെയാണ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ മെലീസ. നമ്മുടെ കസിൻ ബ്രദറിൻ്റെ മകളാണ്. ആളുടെ 3rd ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ആ പാർട്ടി അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സും കസിൻസും മാത്രം അടങ്ങുന്ന ഒരു കുട്ടി ബർത്ത്ഡേ പാർട്ടി. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ കേക്ക് കട്ടിങ്ങിലൂടെ തന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ ആരംഭിച്ചു. വളരെ ഹാപ്പിയായി ആ സെറമണി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇതേപോലെ ഗാദർ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. അതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മുടെ കുട്ടിപ്പട്ടാളം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെ ആഘോഷമായ ബർത്ത്ഡേ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് കുരിയച്ചൻ്റെ നടയിലേക്കാണ്. അല്ലെങ്കിലും വെള്ളിയാഴ്ചകളിൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങി. ഇടയ്ക്ക് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഒരു കടയിൽ കയറി ഓർഡർ ചെയ്തത് ദീ സാധനം, നല്ല ഉഷാറ് നിറനീണ്ടി സർബത്ത്. ഓ, ഇത് കഴിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. സംഭവം എന്നെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആഞ്ചലിനക്കാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി കിടന്നൊരു തല്ലുപിടുത്തത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. കാരണം ഇതുവരെ ഇത്ര നല്ല സർബത്ത് ഞാൻ കുടിച്ചിട്ടില്ല, അത്ര ടേസ്റ്റായിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയ ഒരു നൈറ്റ് ഡ്രൈവിന് ശേഷം ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ആൻഡ് ബൈ.